ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. യിലെ പ്രധാന വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ദുബായ് മെട്രോയിൽ യാത്ര ചെയ്യുന്നവർക്ക് മുന്നറിയിപ്പുമായി റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി രംഗത്ത്. മെട്രോ നിയമങ്ങൾ ലംഘിക്കുന്ന യാത്രക്കാർക്ക് 2000 ദിർഹം വരെ പിഴ ചുമത്താൻ സാധ്യതയുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. പൊതുഗതാഗത സംവിധാനങ്ങൾ വൃത്തിയുള്ളതും സുരക്ഷിതവുമായി നിലനിർത്തുക, യാത്രക്കാർക്ക് സുഗമമായ യാത്രാനുഭവം നൽകുക എന്നിവ ലക്ഷ്യമിട്ടാണ് കർശന നടപടികൾ. യാത്രാക്കൂലി വെട്ടിപ്പ് മുതൽ സുരക്ഷാ ലംഘനങ്ങൾ വരെയുള്ളവയ്ക്ക് നിയമലംഘനത്തിന്റെ തീവ്രതയനുസരിച്ച് 100 ദിർഹം മുതൽ 2000 ദിർഹം വരെ പിഴ ഈടാക്കാം. നേരത്തെ ഇത്തരത്തിൽ നിരവധി നിയമലംഘനങ്ങൾ കണ്ടെത്തി മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. എന്നാൽ വീണ്ടും നിയമലംഘനം ആവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ കർശന നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതേസമയം ദുബായ് മെട്രോ നിയമലംഘനങ്ങളിൽ ഏറ്റവും കൂടുതലായി ടിക്കറ്റുമായി ബന്ധപ്പെട്ടത് ആണ് റിപ്പോർട്ട് ചെയ്തതെന്ന് അധികൃതർ അറിയിച്ചു. യാത്രാ നിരക്ക് നൽകാതെ മെട്രോയിൽ യാത്ര ചെയ്യുക, വ്യാജ യാത്രാ കാർഡ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ടിക്കറ്റില്ലാതെ ഗേറ്റിലൂടെ കടന്നുപോകാൻ ശ്രമിക്കുക തുടങ്ങിയവയും ഈ നിയമലംഘനങ്ങളിൽ ഉൾപ്പെടുന്നു. ദുബായ് മെട്രോ പാർക്കിംഗ് സ്ഥലങ്ങളിൽ അനുവദനീയമായ സമയത്തിനു ശേഷവും വാഹനങ്ങൾ നിർത്തിയിട്ടാൽ പിഴ ചുമത്തുമെന്നും RTA കൂട്ടിച്ചേർത്തു. മെട്രോ യാത്രക്കാർക്ക് സൗജന്യമായി പാർക്കിംഗ് സൗകര്യം നൽകുന്നത് യാത്രക്കാരെ പൊതുഗതാഗതം ഉപയോഗിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ്. എന്നാൽ ഈ സൗകര്യം ദുരുപയോഗം ചെയ്താൽ കർശന നിയമ നടപടികൾ നേരിടേണ്ടി വരും. മെട്രോ സ്റ്റേഷനുകളിലെ പാർക്കിംഗ് സ്ഥലങ്ങളിൽ അനുവദനീയമായ സമയപരിധിക്കപ്പുറം വാഹനം പാർക്ക് ചെയ്താൽ പ്രതിദിനം 100 ദിർഹം മുതൽ പരമാവധി 1000 ദിർഹം വരെ പിഴ ചുമത്തും. ഈ പിഴ ഒഴിവാക്കാൻ മെട്രോ പാർക്കിംഗിൽ വാഹനം പാർക്ക് ചെയ്യുന്നവർ നിയമങ്ങൾ പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.